കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. എന്നാലും നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തി പറയുന്നു മാത്രം. നമുക്ക് ആദ്യം തന്നെ കർക്കിടക മാസത്തില് നമുക്ക് കൂടുതലൊക്കെ ഈ മഴയായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു മാസമാണ് അല്ലേ. ഈ കർക്കിടകി എന്ന ഒരു രാക്ഷസിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്നൊരു മാസമൊന്നും കർക്കിടക മാസത്തിനെ പറയാറുണ്ട്. പുണ്യമാസമായിട്ട് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ മാസങ്ങളിലാണ് നമുക്ക് പഴയകാലത്ത് ക്ഷേത്രങ്ങളിൽ വീടുകളിലൊക്കെ അടുപ്പിച്ച് 12 ദിവസം അല്ലെങ്കിൽ 41 ദിവസമൊക്കെ ഗണപതി ഹോമവും ഭഗവത് സേവയൊക്കെ അടുത്ത ഒരു വർഷത്തെ കഴിഞ്ഞ് അടുത്ത വർഷത്തെ വരവേൽപ്പയും കൂടെയാണ്. ഈ സമയത്ത് വീട് ശുദ്ധിയാക്കുക, ചുറ്റുപാട് ശുദ്ധിയാക്കുക, ഓണത്തിനെ വരവേൽക്കുക. ഇതുപോലെ തന്നെ കർക്കിടക മാസം 1-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ അല്ലെങ്കിൽ 12-ാം തീയതി വരെ ഒക്കെ ഗണപതി ഹോമം ഭഗവത് സേവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്വം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഗണപതി ഹോമത്തിനും ഒക്കെയാണെങ്കിൽ ഇതിനകത്ത് ഹോമിക്കുന്ന ദ്രവ്യങ്ങളായാലും മെഡിസിൻസ് ആണ്. അപ്പോൾ ഈ മഴയായിട്ടൊക്കെ ബന്ധപ്പെട്ട സമയമാകുമ്പോൾ ഈ പറഞ്ഞ രോഗാണുക്കളും മറ്റുള്ളതൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സമയമായിരിക്കും അല്ലേ. ഈ സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനൊക്കെ ആയിട്ട് ഈ ഗണപതി ഹോമത്തിനകത്ത് മെഡിസിൻസ് ഹോമിച്ച് അതിൻ്റെയൊക്കെ പുക നമ്മൾ ശ്വസിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഭഗവത് സേവയിലായാലും നമ്മൾ ഒരുപാട് പുഷ്പങ്ങളാൽ, ആ പുഷ്പങ്ങളൊക്കെ മെഡിസിൻസ്, അവരോട് പുഷ്പങ്ങളാൽ നമുക്ക് പുഷ്പാഞ്ജലിയെ കഴിക്കുന്നത്. ആ മന്ത്രങ്ങളൊക്കെ നമ്മുടെ മന്ത്രധ്വനികളൊക്കെ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുകയും അത് നമുക്ക് വരുന്ന ഒരുപാട് നെഗറ്റീവ്സിനെ ഒഴിവാക്കാൻ സഹായിക്കുകയും പുതിയ ഒരു വർഷം നമുക്ക് ഗുണകരമായിട്ട് നിൽക്കുകയും ഒക്കെ നമുക്ക് ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, കർക്കിടകത്തിൽ ഗൃഹപ്രവേശനം, അതായത് പാല് കാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു പക്ഷമുണ്ട്. അതുപോലെ കല്ലിടുക, കട്ടള വയ്ക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്ന തെറ്റില്ല. പാല് കാച്ച് മുതലായ കാര്യങ്ങൾ ചെയ്യുക. പുരപണി, മുടങ്ങിക്കിടന്ന പുരപണി പുനരാരംഭിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പുതിയതായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിനും കല്ലിടുന്നതിനൊക്കെ ഒരു ഉത്തമമായിട്ട് പറയുന്നില്ല, എന്നാലും മധ്യമായിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നും പറയപ്പെടുന്നുണ്ട്. കർക്കിടകത്തിൽ പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണം, ഭാഗവതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതും രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ മന്ത്രപൂരിതമായിട്ട് മന്ത്രം നിറഞ്ഞു നിൽക്കുന്ന, മന്ത്രധ്വനികളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, അന്തരീക്ഷമൊക്കെ സംജാതമാവുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ പഴയ കാലത്തെ പോലെ അത്രയും ഇതായിട്ട് ഇപ്പം കണ്ടുവരുന്നില്ല. അതൊക്കെ കൂടുതലായിട്ട് പ്രാർത്ഥനകളും മന്ത്രജപങ്ങളും രാമായണം, ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായനകളും ഒക്കെ നന്നായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ജപിക്കുന്നത് നമുക്ക് ഒരുപാട് ഐശ്വര്യവർദ്ധനവിനൊക്കെ സഹായിക്കും. അവനവൻ ചെയ്യുന്നതിൻ്റെ കർമ്മഫലമാണ്, അല്ലെ അവനവൻ ചെയ്യുന്നതാണ് അവന് കിട്ടുന്നതെന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ളതാണ് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കർക്കിടക മാസത്തെ വിവാഹങ്ങൾ ഒന്നും നടത്താറില്ല. കർക്കിടക മാസത്തെ നടത്തുന്ന വിവാഹങ്ങൾ ഒന്നും ശുഭമാവാറില്ല എന്നൊരു പക്ഷമുണ്ട്. വിവാഹങ്ങൾ കഴിവതും കർക്കിടക മാസത്തിൽ ചെയ്യാറില്ല. മംഗളകർമ്മങ്ങൾ സ്വതവേ നല്ല രീതിയിൽ കുറവാണ് കർക്കിടകത്തിൽ നടത്തുന്നത്. അതുപോലെ ഇലക്കറികൾ കഴിക്കണം, കൂടുതലായിട്ട് കഴിക്കണം. അതുപോലെ പോഷക അംശമുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം. ദൂരയാത്രകൾ ഒഴിവാക്കണം. കർക്കിടക മാസത്തിലാണ് അതുപോലെ ബലികർമ്മങ്ങൾ മുടക്കാൻ പാടില്ല. കഴിവതും ബലികർമ്മങ്ങൾ ചെയ്യണം. ബലികർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ കർക്കിടകത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ചുരുങ്ങിയ രീതിയിൽ വീട്ടിൽ ബലിയിടാൻ പറ്റുന്നത്. കാരണം ബലിയിടുക എന്ന് വെച്ചാൽ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിന് ഭാഗമായിട്ട് നിൽക്കുന്ന മക്കൾ മാത്രം മറ്റു പക്ഷികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാം അവരെ കൂടെ ബഹുമാനിക്കുക, പ്രകൃതിക്കുള്ള സമർപ്പണമായിട്ട് സങ്കല്പിച്ച് ചെയ്യുന്ന പക്ഷമുണ്ട്. അതുകൂടാതെ നമ്മുടെ കുടുംബത്തിലെ പിതൃക്കൾ, മരിച്ചു പോയവർക്കൊക്കെ ആഹാരം കൊടുക്കുക, അവരെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരെ ഒന്ന് നമിക്കുക, അവരുടെ ഒരു അനുഗ്രഹത്തിന് പാത്രമാകുക എന്നൊക്കെ ഉള്ളതുകൊണ്ടും ഉദ്ദേശിക്കുന്നുണ്ട്. കർക്കിടകത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ മാസവും പഴയകാലത്തൊക്കെ പറയുകയാണെങ്കിൽ കർക്കിടക 1-ാം തീയതി തൊട്ട് 30-ാം തീയതി 31-ാം തീയതി വരെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഒരുപാട് മംഗളകർമ്മങ്ങളുണ്ട്. ബ്രാഹ്മണ ഇല്ലങ്ങളിലൊക്കെയാണ് പഴയ കാലത്ത് ചക്രാബ്ജ പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. ഗ്രഹശാന്തി കർമ്മങ്ങളുണ്ട്, ദാനങ്ങളുണ്ട്, ത്രികാല പൂജ തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള ശ്രീചക്ര പൂജ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഴയ കാലത്ത് ചെയ്തു വന്നിരുന്നു. അന്നൊക്കെ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണങ്ങളും അതിൻ്റെ ബെനിഫിറ്റുകളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പണ്ടത്തെ പോലെ കർമ്മങ്ങളുകൾ ചെയ്യേണ്ട പൂജകൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കർമ്മങ്ങൾ ലോപിക്കുകയിൽ ദുരിതങ്ങൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കർമ്മങ്ങൾ എത്രമാത്രം സാമ്പത്തിക ഉദ്ദേശത്തോടെ സാമ്പത്തികം കുറഞ്ഞിരിക്കുകയല്ലേ, സാമ്പത്തികം ചിലവാകത്തിനെതിരെ കുറച്ചോ അനുസരിച്ച് നമുക്ക് ബാധ്യതകളും ദുരിതങ്ങളും ഒക്കെ എല്ലാവർക്കും ഞാൻ പറയത്തില്ല, കുറച്ച് പേർക്കെങ്കിലും അത് വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ കണ്ടുവരാറുണ്ട്.
അപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ ചെയ്യേണ്ട ഒരുപാട് ആചാരങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. കർക്കിടകത്തിൽ ഒരു കാരണവശാലും ബലികർമ്മങ്ങളും മുടക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഗണപതിയും ഭഗവത്സേവ പ്രാർത്ഥനകൾ ഇതൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മന്ത്രജപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ക്ഷേത്ര ദർശനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മുന്നോട്ട് പോവുക. കർക്കിടക മാസവും വരുന്ന മാസങ്ങളും എല്ലാം എല്ലാവർക്കും ഗുണകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.